മലയാളിയുടെയും സാധാരണക്കാരായ മലയാളിയുടെയും അക്കാലത്തെ ജീവിതാനുഭവങ്ങളായിരുന്നു ശ്രീനിവാസന്റെ ആ സിനിമകൾ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, പ്രണയബന്ധം, പണമില്ലാത്തതിൻ്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്ന യുവാക്കൾ, യുവതികൾ, അതുപോലെ തന്നെ നമ്മൾ ഈ സംരംഭകരാകാൻ ഇറങ്ങിത്തിരിച്ച അവസാനം അത് പൊളിഞ്ഞ് വലിയ പ്രതിസന്ധിയിലായ ആളുകൾ, അങ്ങനെ എത്ര സിനിമകളിലൂടെ ആ കാലഘട്ടത്തെ ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ, യുവതികളുടെയും ആ കാലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അതുപോലെ തന്നെ ഒക്കെ അദ്ദേഹം സിനിമകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ശ്രീനിവാസനൊക്കെ മലയാളത്തിൽ പറഞ്ഞ സിനിമകളാണ് പിന്നീട് കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു ഘടകമായതെന്ന് നമുക്ക് തന്നെ തോന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെയുള്ള വാക്കുകൾ ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയുമ്പോഴും ആ കാലത്ത് അത്തരം സിനിമകളിലൂടെ അതൊക്കെ, ആ വാക്കുകൾ അല്ലെങ്കിൽ പോലും അതൊക്കെ എത്ര മനോഹരമായാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും സന്നിവേശിപ്പിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ സന്ദേശം എന്ന സിനിമയെ ഓർക്കും, അതിലെ ഡയലോഗ് പറയും. പക്ഷേ അപ്പോഴും ആ സിനിമയെ വിമർശിക്കുന്നവർ ഏറ്റവും വലിയ രാഷ്ട്രീയ സിനിമയാണ് സന്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും രാഷ്ട്രീയം ചർച്ചയാകുന്ന സമയത്ത് ആ സിനിമകളിലെ ഡയലോഗും അതിലെ കഥാപാത്രങ്ങളും കോട്ടപ്പുള്ളിയും പ്രകാശനും ഒക്കെ നമ്മളുടെ കുമാരപിള്ള സാറും ഒക്കെ നമ്മളുടെ ട്രോളുകളുടെ, നമ്മുടെ ടെലിവിഷൻ ചർച്ചകളുടെയും നമ്മുടെ കോമഡി സട്ടയറുകളുടെ ഒക്കെ ഭാഗമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിനെ അരാഷ്ട്രീയ സിനിമകളുടെ ഗണത്തിൽ വിമർശകർ ഉൾപ്പെടുത്തുന്നുണ്ട്. അത്തരം സിനിമകൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ചതാണ് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പിന്നീട് കാണുകയും ഒക്കെ ചെയ്തത്. പലപ്പോഴും ശ്രീനിവാസന്റെ ഈ പറയുന്ന സങ്കീർണമായ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ സങ്കീർണമായ മാനസിക വ്യാപാരങ്ങളൊക്കെ തന്നെയാണ് വളരെ ലളിതമായ ആഖ്യാന ശൈലിയോടെയും സിനിമകളിൽ നമ്മൾ കാണുകയും ഒക്കെ ചെയ്തത്. അതിനെയൊക്കെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന പല സംഗതികളും അതിഗംഭീരമായി മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയത് ഈ പറയുന്ന ശ്രീനിവാസൻ ചിത്രങ്ങളിലൂടെ തന്നെയാണ്. നമ്മൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും ശ്രീനിവാസന്റെ ഏതെങ്കിലും കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു സിനിമയെപ്പറ്റി പറഞ്ഞു പോകാത്ത ഒരു പകൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു ശരാശരി മലയാളിക്ക് ഉണ്ടാകില്ല എന്ന് വേണം നമ്മൾ പറയാൻ. ശ്രീനിവാസൻ നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഒരു സമയത്ത് ഓർക്കുമ്പോഴാണ് നമ്മൾ ഇന്നലെയും ശ്രീനിവാസന്റെ ഒരു സിനിമയിലെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെലിവിഷൻ ചർച്ചയിൽ ഏതോ ഒരു പാനലിസ്റ്റ് കുമാരപിള്ള സാറിനെ പറ്റി വളരെ നർമ്മരൂപേണ ചർച്ചയിൽ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിലും അല്ലാത്ത കാലത്താണെങ്കിലും ഒക്കെ ഇത്തരം കഥാപാത്രങ്ങളെ നമ്മൾ ഓർക്കുകയും അത് ഓരോ ദിവസവും ഒരു തവണയെങ്കിലും അത്തരം കഥാപാത്രങ്ങളെ പറ്റി പറയുകയും ഒക്കെ ചെയ്യുന്ന, ഡയലോഗുകളായി ഒക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന കട്ടൻ കാപ്പിയും കട്ടൻ ചായയും പരിപ്പുവടയും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന താത്വിക അവലോകനവും നമ്മൾ എങ്ങനെ തോറ്റുന്നു എന്ന് നമ്മൾ പറയുന്നതിലെയൊക്കെ ആ നർമ്മബോധമൊക്കെ യഥാർത്ഥത്തിൽ നമ്മളുടെ തനത് സംസാര രീതിയായി മാറിയതാണ്. ശ്രീനിവാസൻ സിനിമകളിലൂടെയാണെങ്കിലും അതൊക്കെ നമ്മുടെ സംസാര രീതിയായി, മലയാള ഭാഷയുടെ ഭാഗമായി മാറിയതാണ്. അങ്ങനെ മലയാളത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ സിനിമകൾ, എത്രയോ കഥകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് പ്രിയപ്പെട്ട ശ്രീനിവാസൻ എന്ന എല്ലാവരുടെയും ശ്രീനിയേട്ടൻ നമ്മളുടെ ഓർമ്മകളുടെ ഭാഗമാകുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങൾ, അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഒക്കെ എത്രയോ കാലവും എന്ന് വെച്ചാൽ മലയാളവും ഉള്ളിടത്തോളം കാലം അത് ഈ ജനങ്ങൾ തലമുറകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. വാമൊഴി വഴക്കം എന്ന മട്ടിൽ പോയിക്കൊണ്ടേയിരിക്കും. അതിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ജെൻസി കുട്ടികളുടെ ഇടയിൽ പോലും ശ്രീനിവാസൻ കഥാപാത്രങ്ങളും ശ്രീനിവാസൻ ഡയലോഗുകളും ഒക്കെ സജീവമാണ്. അപ്പോൾ ആ നിലയിൽ ശ്രീനിവാസൻ എന്നത് ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ 100% സക്സസ്ഫുള്ളായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായും പറയാം. അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാലാതിവർത്തിയായി, കലാതീതമായി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ്റെ, ഒരു കലാകാരൻ്റെ വിജയം. അദ്ദേഹം വിസ്മരിക്കപ്പെടുന്നില്ല, അദ്ദേഹം ചിരസ്മരണീയനായി നമ്മളുടെ കൂടെയുണ്ട് എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ വിജയത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിൻ്റെ വലിയ വിജയം കൂടി ആയി മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ ടൗൺ ഹാളിന് സമീപത്തേക്ക് എത്തുകയാണ്. കലൂരിൽ നമ്മളെത്തി. ടൗൺ ഹാളിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ അദ്ദേഹത്തെ കാത്ത് ധാരാളം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൊച്ചിയിലെ പൗരാവലിയും നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്കാണ് ശ്രീനിവാസൻ കടന്നു ചെല്ലുന്നത്.